നമസ്കാരം. കേരളീയർ കേൾക്കാൻ ആഗ്രഹിച്ചിരുന്ന ആശങ്കയോടുകൂടി, നെഞ്ചിടിപ്പോടുകൂടി, ഉദ്വേഗത്തോടുകൂടി കാത്തിരുന്ന ആ വാർത്ത പുറത്തു വന്നിരിക്കുന്നു. യമൻ ജയിലിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് നാളെ വധശിക്ഷ നടപ്പാക്കുമെന്ന് അറിയിച്ചിരുന്ന നിമിഷപ്രിയയുടെ വധശിക്ഷ മാറ്റിവെച്ചിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. 2017 വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് യമൻ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ വധശിക്ഷ നാളെ നടത്തുവാനായിരുന്നു യമൻ കോടതിയുടെ തീരുമാനം. എന്നാൽ ആ വധശിക്ഷ ഇപ്പോൾ മാറ്റിവെക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള സന്തോഷസൂചകമായ വാർത്തയാണ് പുറത്തു വരുന്നത്. നിരവധി ജീവകാരുണ്യ സംഘടനകൾ നിമിഷപ്രിയയുടെ മോചനത്തിനു വേണ്ടി ശ്രമിക്കുന്നുണ്ടായിരുന്നു എങ്കിലും ഇപ്പോൾ AP അബൂബക്കർ മുസ്ലിയാരുടെ അശ്രാന്ത പരിശ്രമത്തിനൊടുവിലാണ് ഇത്തരത്തിൽ ഒരു മാറ്റമുണ്ടായത് എന്നാണ് പറയാൻ കഴിയുക. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ സുഹൃത്തും യമനിലെ സൂഫി പണ്ഡിതനുമായ ഷേഖ് ഹബീബ് ഉമർ ബിൻ ഹാഫിൽ എന്ന പണ്ഡിതന്റെ കൃത്യമായ ഇടപെടലുകളെ തുടർന്ന് തന്നെയാണ് നിമിഷപ്രിയയാൽ കൊല്ലപ്പെട്ട താലിഖ് അബ്ദുൽ മഹദി എന്ന ആളുടെ കുടുംബവുമായി നിരന്തരം 4 വട്ടം ചർച്ച നടത്തുകയും ഈ ചർച്ചയ്ക്കൊടുവിൽ ഇപ്പോൾ കുടുംബത്തിൽ നിന്നും ബ്ലഡ് മണി സ്വീകരിച്ചുകൊണ്ട് നിമിഷപ്രിയയെ മോചിപ്പിക്കുവാൻ തത്വത്തിൽ അവർ തയ്യാറാണ് എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. എന്നാൽ കൊല്ലപ്പെട്ട തലാലിന്റെ മുഴുവൻ കുടുംബാംഗങ്ങളും ഇതിന് സമ്മതം മൂളിയാൽ മാത്രമേ ഇത്തരം കാര്യത്തിൽ ഒരു മോചനം സാധ്യമാകൂ. പക്ഷേ നാളെ നിശ്ചയിച്ചിരുന്ന നിമിഷപ്രിയയുടെ വധശിക്ഷ മാറ്റിവെച്ചിരിക്കുന്നു എന്നുള്ള ഒരു ശുഭസൂചകമായ വാർത്ത തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. AP അബൂബക്കർ മുസ്ലിയാരുടെ വൃത്തങ്ങളും ഇപ്പോൾ ഈ വാർത്ത സ്ഥിരീകരിച്ചിട്ടുണ്ട്. യമൻ പൗരനായ തലാൽ അബ്ദുൽ മഹദിയുമായി ചേർന്ന് യമനിൽ ഒരു ക്ലിനിക് തുടങ്ങിയ മുതലാണ് നിമിഷപ്രിയയ്ക്ക് പ്രശ്നങ്ങൾ ആരംഭിക്കുന്നത്. നിമിഷപ്രിയയുടെ പാസ്പോർട്ട് അയാൾ പിടിച്ചുവെക്കുകയും വളരെ മൃഗീയമായി തന്നെ ഉപദ്രവിക്കുകയും ചെയ്തതിന്റെ പേരിൽ ഒരു ദുർബല നിമിഷത്തിൽ താൻ കൊലയാളിയാക്കപ്പെടുകയായിരുന്നു എന്നാണ് നിമിഷപ്രിയ പിന്നീട് പറഞ്ഞത്. അതെന്തു തന്നെയായാലും യമൻ നിയമം അനുസരിച്ച് നിമിഷപ്രിയ യമൻ പൗരനായ തലാൽ അബ്ദുൽ മഹദിയെ കൊന്ന കേസിൽ കൊലയാളിയായി തന്നെയാണ് യമൻ ജയിലിൽ ഇപ്പോൾ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് കഴിയുന്നത്. പല ജീവകാരുണ്യ സംഘടനകളും നിമിഷപ്രിയയുടെ മോചനത്തിന് വേണ്ടി ശ്രമിച്ചിട്ടുണ്ടായിരുന്നെങ്കിലും അതൊന്നും ഫലവത്താകാതെ നിൽക്കുന്ന കാഴ്ചയാണ് കണ്ടത്. എന്നാൽ അവസാനം ജൂലൈ 16 തന്നെ നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കും എന്നുള്ള ഒരു വാർത്ത പുറത്തു വന്നതോടുകൂടി ചാണ്ടി ഉമ്മൻ MLA ഗവർണറുമായി നേരിട്ട് ഈ വിഷയത്തിൽ സംസാരിക്കുകയും കേന്ദ്ര സർക്കാരിന്റെ സഹായം ആവശ്യപ്പെടുകയുമായിരുന്നു. ഗവർണർ ആർലേക്കർ ചാണ്ടി ഉമ്മന്റെ ആവശ്യപ്രകാരം ഈ വിവരം കേന്ദ്ര സർക്കാരുമായി സംസാരിക്കുകയും എന്നാൽ കേന്ദ്ര സർക്കാരിന് ഈ വിഷയത്തിൽ ഇടപെടുന്നതിന് വളരെ പരിമിതികൾ ഉള്ളതായി അറിയിക്കുകയും ചെയ്തു. കാരണം നിമിഷപ്രിയ ജയിലിൽ കഴിയുന്നു എന്ന് പറയപ്പെടുന്ന സന എന്ന പ്രദേശത്ത് നിലവിലുള്ള ഭരണം ശരീഅത്താണ്. ഹൂതികൾക്ക് പ്രാമുഖ്യമുള്ള ഈ സ്ഥലവുമായി ബന്ധപ്പെട്ട് ഇന്ത്യക്ക് നയതന്ത്ര ബന്ധമില്ല എന്നുള്ളത് തന്നെയാണ് ഇന്ത്യയെ കുഴയ്ക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം. മതകോടതികളും ശരീഅത്ത് നിയമങ്ങളുമാണ് യമനിൽ ഈ സ്ഥലത്ത് നിലവിലുള്ളതിനാൽ അവിടെ ഇന്ത്യയുടെ നയതന്ത്ര ബന്ധവുമായി ബന്ധപ്പെട്ട് വലിയ നീക്കങ്ങൾ നടത്താൻ സാധിക്കാത്തതിനാൽ ഇന്ത്യൻ സർക്കാരിനും ഈ വിഷയത്തിൽ നിമിഷപ്രിയയെ മോചിപ്പിക്കുന്ന കാര്യത്തിൽ വളരെ പരിമിതികളുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഈ വിവരം മനസ്സിലാക്കിയ ചാണ്ടിയുമ്മൻ പിന്നീട് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരെ സമീപിക്കുകയായിരുന്നു. തന്റെ പിതാവായ ഉമ്മൻചാണ്ടി ഉണ്ടായിരുന്ന സന്ദർഭത്തിൽ ഉമ്മൻചാണ്ടിയുടെ അവസാന ആഗ്രഹങ്ങളിൽ ഒന്നായിരുന്നു നിമിഷപ്രിയയെ ഏതു വിധേനയും രക്ഷിച്ചു കൊണ്ടുവരിക, മോചിപ്പിച്ചു കൊണ്ടുവരിക എന്നുള്ളത്. ഇപ്പോൾ നിമിഷപ്രിയയെ വധശിക്ഷയ്ക്ക് വിധിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ഏതു വിധേനയും കാന്തപുരത്തിന്റെ യമനിലുള്ള ബന്ധങ്ങൾ ഉപയോഗിച്ച് നിമിഷപ്രിയയെ മോചിപ്പിക്കണം എന്ന് കാന്തപുരത്തോട് ചാണ്ടി ഉമ്മൻ അഭ്യർത്ഥിക്കുകയായിരുന്നു. ചാണ്ടി ഉമ്മന്റെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് യമനിൽ തനിക്കുള്ള ബന്ധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് യമനിലെ സൂഫി പണ്ഡിതനായ ഷേഖ് ഹബീബ് ബിൻ ഹാഫിലുമായി കാന്തപുരം ബന്ധപ്പെടുകയും യമൻ ഭരണകൂടവുമായി ഷേഖ് ഹബീബിന്റെ പ്രതിനിധികൾ നിരന്തരം ചർച്ചയിൽ ഏർപ്പെടുകയും ചെയ്തതിന്റെ ഫലമായി തന്നെയാണ് ഏതാണ്ട് 4 വട്ടം ചർച്ചകൾ പൂർത്തിയായി കഴിയുമ്പോഴാണ് ബ്ലഡ് മണി മേടിച്ചുകൊണ്ട്, അതായത് ദയാവധം ഉപേക്ഷിക്കുവാൻ വേണ്ടി ദയാധനം വാങ്ങിക്കൊണ്ട് ഇവർ നിമിഷപ്രിയയെ മോചിപ്പിക്കാൻ തയ്യാറാണ് എന്ന് ഭാഗികമായി അറിയിച്ചിരിക്കുന്നത്. യമൻ സുപ്രീം കോടതി ജഡ്ജിയും മറ്റ് നിരവധി ആളുകളും ബന്ധപ്പെട്ട് തന്നെയാണ് ചർച്ച മുന്നോട്ട് കൊണ്ടുപോകുന്നത്. കൊല്ലപ്പെട്ട തലാൽ അബ്ദുൽ മഹദിയുടെ സഹോദരന്മാരും ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. എന്നാൽ തലാൽ അബ്ദുൽ മഹദിയുടെ കുടുംബത്തിലെ
ഭൂരിഭാഗം ആളുകളും ചർച്ചയ്ക്ക് അനുകൂലമായി നിലകൊള്ളുമ്പോൾ ചുരുക്കം ചില ആളുകളെങ്കിലും ചർച്ചയുമായി ഇടഞ്ഞു നിൽക്കുന്നുണ്ട്. അവരെ കൂടി അനുനയിപ്പിച്ചാൽ മാത്രമാണ് ഈ വിഷയത്തിൽ ഒരു മോചനം സാധ്യമാകുക എന്നുള്ള ഒരു കീറാമുട്ടി കൂടി ഈ വിഷയത്തിലുണ്ട്. എന്നാലും വധശിക്ഷ നാളെ നടപ്പാക്കാനിരുന്നത് മാറ്റിവെച്ചിരിക്കുന്നു എന്നുള്ള ഒരു ശുഭവാർത്ത കൂടി ഇവിടെ എത്തുന്നുണ്ട്. എന്തായാലും ഉമ്മൻചാണ്ടിയുടെ താല്പര്യപ്രകാരം ഉമ്മൻചാണ്ടിയുടെ ആത്മാവും ഇപ്പോൾ ഈ വിഷയത്തിൽ വലിയ രീതിയിൽ പരിതപിക്കുന്നുണ്ട്. അത് ഏതു വിധേനയും നടപ്പാക്കണം എന്ന് ആ ആത്മാവ് പോലും ആഗ്രഹിക്കുന്നുണ്ടാകാം എന്നാണ് ഉമ്മൻചാണ്ടിയെ അറിയാവുന്ന ആളുകൾ ഇപ്പോൾ സൂചിപ്പിക്കുന്നത്. അതെന്ത് തന്നെയായാലും നിമിഷപ്രിയ മോചനത്തിലേക്ക് അടുക്കുന്നു എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. മോചനദ്രവ്യമായി, അതായത് ബ്ലഡ് മണി കൊടുക്കുന്നതിന് വേണ്ടി ബോബി ചെമ്മണ്ണൂർ അടക്കമുള്ള നിരവധി ആളുകൾ സന്നദ്ധരായി മുന്നോട്ട് വന്നിട്ടുണ്ട്. 1 കോടി രൂപ എപ്പോൾ വേണമെങ്കിലും കൊടുക്കാൻ താൻ തയ്യാറാണെന്ന് ബോബി ചെമ്മണ്ണൂർ നേരത്തെ അറിയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഗവർണർ ആർലേക്കർ യൂസഫ് അലിയുമായി ബന്ധപ്പെട്ട് നിമിഷപ്രിയയുടെ മോചനത്തിന് വേണ്ടിയിട്ട് ബ്ലഡ് മണി കൊടുക്കുന്നതിന് വേണ്ടി സഹായം അഭ്യർത്ഥിച്ചിട്ടുണ്ട് എന്നറിയുന്നു. ഇതുപോലെ നിരവധി ആളുകൾ നിമിഷപ്രിയയെ മോചിപ്പിക്കുന്നതിന് വേണ്ടി മോചനദ്രവ്യം കൊടുക്കുവാൻ വേണ്ടി തങ്ങൾ സഹായിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നിമിഷപ്രിയയുടെ കുടുംബവും ഇത് അറിയിച്ചിട്ടുണ്ട്. പാലക്കാട് കൊല്ലങ്കോടുള്ള തങ്ങളുടെ വസ്തുവകകൾ വിറ്റിട്ടാണെങ്കിലും മോചനദ്രവ്യം കൊടുക്കാൻ ഞങ്ങൾ ഒരുക്കമാണ് എന്ന് അവരും അറിയിച്ചിട്ടുണ്ട്. ഫലത്തിൽ നിമിഷപ്രിയയുടെ മോചനത്തിന് എല്ലാ വഴികളും ഒരുങ്ങുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. ഈ വിഷയത്തിൽ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ പങ്ക് വളരെ സ്തുത്യർഹമായ രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നു. അദ്ദേഹത്തിന്റെ ഇത്തരത്തിലുള്ള ബന്ധങ്ങൾ, അതായത് യമനിലെ സൂഫി പണ്ഡിതരുമായുള്ള ബന്ധങ്ങൾ തന്നെയാണ് ഇതിനിപ്പോൾ ഒരു വഴി വയ്ക്കുന്നത് എന്നുള്ളത് എടുത്തു പറയേണ്ട വസ്തുത തന്നെയാണ്. എന്നാൽ നിമിഷപ്രിയയുടെ മോചനം ഏതു വിധേനയും സാധ്യമാക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രധാനമന്ത്രിക്ക് നിരന്തരം കത്തുകൾ എഴുതിക്കൊണ്ടിരിക്കുന്നു. തുർക്കിയിൽ ഭൂകമ്പമുണ്ടായപ്പോൾ 10 കോടി രൂപ കേന്ദ്രത്തിന്റെ പോലും അനുവാദം വാങ്ങിക്കാതെ നേരിട്ട് തുർക്കിക്ക് അയച്ചു കൊടുത്ത പിണറായി വിജയൻ എന്തുകൊണ്ടാണ് യമൻ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയ്ക്ക് വേണ്ടി 1 രൂപ പോലും കൊടുക്കാൻ സന്നദ്ധത പ്രകടിപ്പിക്കാത്തത് എന്നുള്ളത് ഇപ്പോഴും ചോദ്യം തന്നെയാണ്. അതായത് കേന്ദ്രത്തിന് നയതന്ത്ര ബന്ധമില്ലാത്ത യമനിലെ സന പ്രവിശ്യയിൽ കഴിയുന്ന ഹൂതികൾക്ക് പ്രാമുഖ്യമുള്ള ഭരണപ്രദേശത്ത് കഴിയുന്ന, ഇന്ത്യയുമായി നയതന്ത്ര ബന്ധമില്ലാത്ത സ്ഥലത്ത് കഴിയുന്ന നിമിഷപ്രിയയെ രക്ഷിച്ചു കൊണ്ടുവരുവാൻ നരേന്ദ്രമോദി സർക്കാരിന് പരിമിതിയുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കിക്കൊണ്ട് ഈ വിഷയത്തെ രാഷ്ട്രീയവൽക്കരിക്കുവാൻ വേണ്ടി പിണറായി വിജയൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. തുർക്കിയിൽ ഭൂകമ്പമുണ്ടായപ്പോൾ 10 കോടി രൂപ ഖജനാവിൽ പൂച്ച പെറ്റ് കിടക്കുന്നു എന്ന് ധനമന്ത്രി പറഞ്ഞിട്ടും ഇല്ലാത്ത പണം എടുത്തുകൊണ്ട് 10 കോടി രൂപ തുർക്കിക്ക് ധനസഹായം കൊടുത്തപ്പോൾ എന്തുകൊണ്ടാണ് നിമിഷപ്രിയയുടെ മോചനത്തിന് വേണ്ടി പിണറായി വിജയൻ 5 രൂപ പോലും കൊടുക്കാൻ സന്നദ്ധത പ്രകടിപ്പിക്കാത്തത് എന്നുള്ളതും ഇപ്പോൾ എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. പ്രധാനമന്ത്രിക്ക് കത്തുകൾ എഴുതി രാഷ്ട്രീയപരമായി കേന്ദ്ര സർക്കാരിനെ വെട്ടിലാക്കുന്ന തരത്തിലുള്ള പ്രവൃത്തികൾ നടത്തുന്നത് തികച്ചും നിമിഷപ്രിയ വിഷയത്തിൽ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുവാൻ വേണ്ടി തന്നെയുള്ള നീക്കമാണ് എന്ന് രാഷ്ട്രീയ നിരീക്ഷകരും ചൂണ്ടിക്കാണിക്കുമ്പോൾ അക്ഷരാർത്ഥത്തിൽ ഒരാളുടെ മരണം പോലും രാഷ്ട്രീയവൽക്കരിക്കുവാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ശ്രമിക്കുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ പറയാൻ കഴിയുക. അതെന്ത് തന്നെയായാലും ഇന്ന് ഇന്ത്യൻ സമയം രാവിലെ 12:30 നടന്ന, അതായത് യമൻ സമയം രാവിലെ 10 മണിക്ക് നടന്ന ചർച്ചയിൽ നിമിഷപ്രിയയുടെ വധശിക്ഷ മാറ്റിവെക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള ശുഭസൂചകമായ വാർത്ത തന്നെയാണ് വരുന്നത്. ഉദ്വേഗജനകമായ നിമിഷങ്ങൾക്ക് ശേഷം ശുഭകരമായ വാർത്തയെത്തുന്നു എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. ഈ വിഷയത്തിൽ AP അബൂബക്കർ മുസ്ലിയാരുടെ കൃത്യമായ പങ്കും അതുപോലെ തന്നെ ചാണ്ടി ഉമ്മന്റെ ഇടപെടലും ഗവർണർ ആർലേക്കറുടെ ഇടപെടലുമെല്ലാം അവസാനം വിജയം കാണും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. നിമിഷപ്രിയ മരണത്തിൽ നിന്നും മോചനം നേടി ഇന്ത്യയിൽ തിരിച്ചെത്തും എന്ന് തന്നെ പ്രതീക്ഷിക്കാം.